ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്നിവിടെ MISD ആൻഡ് MIMD ആർക്കിടെക്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻട്രൊഡക്ഷൻ. MC Flynn proposed a classification for the organization of computer system by the number of instruction and data items that are manipulated simultaneously. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ്റെയും ഡാറ്റ ഐറ്റംസിൻ്റെയും അടിസ്ഥാനത്തിൽ MC Flynn ഓർഗനൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തു. ഇത് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ റീഡ് ഫ്രം മെമ്മറി കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻസ്ട്രക്ഷൻ സ്ട്രീം. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്നും ദ ഓപ്പറേറ്റർ പെർഫോംഡ് ഓൺ ദി ഡാറ്റ ഇൻ പ്രോസസ്സർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡാറ്റ സ്ട്രീം. പ്രോസസ്സറിലുള്ള ഡാറ്റയെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ ഡാറ്റ സ്ട്രീം എന്നും അദ്ദേഹം പറഞ്ഞു. Flynn's classification of computer divides computers into four major groups that are first one SISD, second one SIMD, third one MISD, fourth one MIMD. ഫ്ലിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് കമ്പ്യൂട്ടേഴ്സിനെ 4 ഭാഗമായിട്ട് തിരിച്ചു. SISD, MIMD, MISD എന്നിവയാണ് ആ 4 വിഭാഗം. ഇനി നമുക്ക് MISD എന്താ നോക്കാം. MISD മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡാറ്റ. An MISD computing system is a multiprocessor machine capable of executing different instructions on different programming elements, but all of them operating the same dataset. എന്ന് വെച്ചാൽ MISD എന്ന് പറയുന്നൊരു മൾട്ടി പ്രോസസ്സർ മെഷീനാണ്. ഈ മെഷീൻ പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ പല പ്രോഗ്രാമിംഗ് എലമെൻറ്റുകളിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. എല്ലാ ഇൻസ്ട്രക്ഷനും പ്രോഗ്രാമിംഗ് എലമെൻറ്റും ഒരു ഡാറ്റയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് MISDയുടെ സ്ട്രക്ചർ. MISDക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഉദാഹരണമാണ് Z is equal to sin x plus cos x plus tan x. The system performs different operation on the same data set. Machines built using the MISD model are not useful in most of the application. A few machines are built, but none of them are commercially available. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MISD സിസ്റ്റം പല ഓപ്പറേഷൻ ഒരേ ഡാറ്റ സെറ്റിൽ പെർഫോം ചെയ്യും. MISD മോഡൽ ഉപയോഗിച്ച് നിർമ്മിച്ച മെഷീൻസ് ഒന്നും വളരെ ഉപയോഗപ്രദമായിരുന്നില്ല. വളരെ കുറച്ച് നിർമ്മിച്ചുള്ളൂ. ഏതാനും മാത്രമേ. പക്ഷേ അവയൊന്നും കൊമേഴ്ഷ്യലി അവൈലബിൾ അല്ല. അഡ്വാൻറ്റേജസ് ഓഫ് MISD. സെയിം ഓപ്പറേഷൻ ഓൺ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ക്യാൻ ബി പെർഫോംഡ് യൂസിങ് ഓൺലി വൺ ഇൻസ്ട്രക്ഷൻ. അതായത് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ്, വ്യത്യസ്ത എലമെൻറ്റ്സിൽ ഒരേ ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ മതി. ത്രൂ ഔട്ട് ദി സിസ്റ്റം ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോർസ് ഓഫ് പ്രോസസ്സർ. പ്രോസസ്സറിലെ നമ്പർ ഓഫ് കോർസ് കൂട്ടും തോറും സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂടും. പ്രോസസ്സിംഗ് സ്പീഡ് ഈസ് ഹയർ ദാൻ SISD ആർക്കിടെക്ചർ. SISD ആർക്കിടെക്ചറിനേക്കാളും പ്രോസസ്സിംഗ് സ്പീഡ് വളരെ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് MIMD എന്താ നോക്കാം. MIMD multiple instruction, multiple data. An MIMD system is a multiprocessor machine which is capable of executing multiple instruction on multiple data set. MIMD ഒരു മൾട്ടിപ്രോസസ്സർ സിസ്റ്റമാണ്. പക്ഷേ ഇവിടെ MIMD മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനും മൾട്ടിപ്പിൾ ഡാറ്റയും എക്സിക്യൂട്ട് ചെയ്യും. ഈച്ച് പ്രോഗ്രാമിംഗ് എലമെൻറ്റിൻ്റെ MIMD മോഡൽ ഹാസ് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ സ്ട്രീംസ്. ഓരോ പ്രോഗ്രാമിംഗ് എലമെൻറ്റിനും അതിൻ്റേതായ മെമ്മറി സ്ട്രീമും ഇൻസ്ട്രക്ഷൻ സ്ട്രീമും ഡാറ്റ സ്ട്രീമും ഉണ്ട്. ദെയർഫോർ മെഷീൻ ബിൽറ്റ് യൂസിങ് ദിസ് മോഡൽ ആർ കേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ. അതിനാൽ ഈ മോഡൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മെഷീൻസ് എല്ലാം വളരെ വളരെ ഉപയോഗപ്രദമാണ്. അൺലൈക്ക് SIMD ആൻഡ് MISD മെഷീൻസ്, പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിൻ്റെ MIMD മെഷീൻസ് വർക്ക് അസിൻക്രോണസ്ലി. SIMDയിലും MISDയിലും പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിനെ അപേക്ഷിച്ച് MIMDയിലെ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് MIMDയുടെ സ്ട്രക്ചർ. MIMD മെഷീൻസ് ആർ broadly categorized into shared memory MIMD and distributed memory MIMD. Based on the way piece programming elements are coupled to the main memory. പ്രോഗ്രാം എലമെൻറ്റ്സ് എങ്ങനെ മെയിൻ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന വിധേന MIMDയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷെയർഡ് മെമ്മറി MIMD ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി MIMD.
ഇനി നമുക്ക് ഷെയർഡ് മെമ്മറി MIMD എന്താണെന്ന് നോക്കാം. In this model, all the programming elements are connected to a single global memory and they all have access to it. ഈ ഒരു മോഡലിൽ all the programming elements ഒരൊറ്റ മെമ്മറിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് all other programming elements അതിൽ ആക്സസ് ഉണ്ട്. The communication between the programming elements in this model take place through shared memory. ഷെയർഡ് മെമ്മറി വഴിയാണ് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മോഡിഫിക്കേഷൻ of the data stored in the global memory by one programming element is visible to all other programming elements. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് എലമെൻറ്റ് മെമ്മറിയിലുള്ള ഡേറ്റയെ മോഡിഫൈ ചെയ്താൽ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് എലമെൻറ്റിനും അത് വിസിബിളാണ്. എക്സാമ്പിൾസ് ഫോർ ഷെയർഡ് മെമ്മറി MIMD ആർ സിലിക്കൺ ഗ്രാഫിക്സ് മെഷീൻ, സൺ ഓർ IBMS SMB. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി MIMD. ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി MIMD all programming elements have local memory. ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി MIMDയിൽ എല്ലാ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിനും ഒരു ലോക്കൽ മെമ്മറി ഉണ്ട്. ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോഗ്രാമിംഗ് എലമെൻറ്റ് ഇൻ ദിസ് മോഡൽ ടേക്ക് പ്ലേസ് ത്രൂ ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക്. ഈ ഒരു മോഡലിൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണ് നടക്കുന്നത്. ദ നെറ്റ്വർക്ക് കണക്റ്റിംഗ് പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് ക്യാൻ ബി കോൺഫിഗേർഡ് ടു ട്രീ ഓർ മെഷ് ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ്. ഇത് പ്രോഗ്രാമിംഗ് എലമെൻറ്റ് തമ്മിലുള്ള കണക്ഷന് നെറ്റ്വർക്ക് കണക്റ്റിങ് ട്രീ ആകാം, മെഷ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേറെ എന്തെങ്കിലും ആകാം. അൺലൈക്ക് ഷെയർഡ് മെമ്മറി MIMD, ഫെയിലിയേഴ്സ് വോണ്ട് അഫക്റ്റ് ദി ഹോൾ സിസ്റ്റം. ഷെയർഡ് മെമ്മറി MIMD അപേക്ഷിച്ച് എന്തെങ്കിലും ഒരു പിഴവ് ഇതിലുണ്ടെങ്കിൽ അത് മുഴുവൻ സിസ്റ്റത്തെയും ബാധിക്കത്തില്ല. ആസ് വി മെൻഷൻഡ്, ഈച്ച് പ്രോഗ്രാമിംഗ് എലമെൻറ്റ് ഹാസ് ദെയർ ഓൺ മെമ്മറി, സോ ദേ ആർ ഐസൊലേറ്റഡ്. Therefore, there is no memory contention like shared memory MIMD. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിനും അതിൻ്റേതായ മെമ്മറി ഉള്ളതിനാൽ അവയെല്ലാം ഐസൊലേറ്റഡ് ആണ്. അതുമൂലം പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിൻ്റെ മെമ്മറി തമ്മിൽ തർക്കം അങ്ങനെയൊന്നുമില്ല. ആസ് എ റിസൾട്ട് ഓഫ് പ്രാക്ടിക്കൽ ഔട്ട്കംസ് ആൻഡ് യൂസേഴ്സ് റിക്വയർമെൻറ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി ആർക്കിടെക്ചർ ഈസ് സുപ്പീരിയർ ടു അതർ എക്സിസ്റ്റിംഗ് മോഡൽ. ഇപ്പോൾ നിലവിലുള്ള മോഡൽസിനെ വെച്ച് നല്ല പ്രാക്ടിക്കൽ ഔട്ട്കംസ് ആൻഡ് യൂസറിൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പം ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി ആർക്കിടെക്ചർ അവയ്ക്കെല്ലാം മുകളിലാണ്. അതോടെ MISD ആൻഡ് MIMD ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള നമ്മുടെ ചെറിയ ഡിസ്കഷൻ കഴിഞ്ഞു. താങ്ക് യു.